എഴുതിത്തള്ളും തോറും ഊർജ്ജം വീണ്ടെടുക്കുന്ന ഒരു ഒറ്റയാനുണ്ട് ഫുട്ബോൾ ലോകത്ത്. ആ ഒരൊറ്റയാൻ്റെ കഥയാണിത്. CR7 ക്രിസ്ത്യാനോ റൊണാൾഡോ തൻ്റെ കാലം കഴിഞ്ഞുവെന്നും ഇനി യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഒരു ഇൻഫ്ലുവൻസറായിട്ട് കഴിച്ചു കൂട്ടിക്കും ഫുട്ബോൾ ലോകത്ത് ഇനി ഒരു CR7 സിഗ്നേച്ചർ ഇല്ല എന്ന് പറയുന്നവരുടെ മുന്നിലേക്ക്, എന്നും തന്നെ കൂകി വിളിക്കുന്ന മോശമെന്ന് പറഞ്ഞ് എഴുതിത്തള്ളുന്നവരുടെ മുന്നിലേക്ക് എപ്പോഴും എന്ന പോലെ വീണ്ടും പ്രകടനങ്ങൾ കൊണ്ട് അദ്ദേഹം മറുപടി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. UEFA നേഷൻസ് ലീഗ് ഫൈനലിൽ സ്പെയിനെ പരാജയപ്പെടുത്തി പോർച്ചുഗൽ കിരീടത്തിൽ മുത്തമിടുമ്പോൾ സെമിയിലും ഫൈനലിലും നിർണായക സമയത്തെ ഗോളുകൾ ഉൾപ്പെടെ താൻ എന്താണെന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ വീണ്ടും അടിവരയിട്ട് ലോകത്തോട് വിളിച്ചു പറയുകയാണ്. 17ന്റെ ചുറുചുറുക്കും 40ന്റെ പരിചയസമ്പത്തും ഒരേ സമയത്ത് ഗ്രൗണ്ടിൽ പ്രഹരിക്കുകയാണ്. സ്പോർട്ടിംഗ് ലിസ്ബണിൽ നിന്നും മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് ഫെർഗൂസൺ രാജിയെടുത്ത കൗമാരക്കാരനെ ഇന്നും പലപ്പോഴും ഈ 40ന്റെ നിറവിലും നമുക്ക് ഗ്രൗണ്ടിൽ കാണാൻ കഴിയും. പരിക്കുകൾ വില്ലനായില്ലെങ്കിൽ 2026 ഫുട്ബോൾ വേൾഡ് കപ്പിൽ പറങ്കിപ്പടയുടെ നായകനായി, അവരുടെ രാജാവായി ഈ പേരും ഉണ്ടാവും: ക്രിസ്ത്യാനോ റൊണാൾഡോ. റൊണാൾഡോ എന്ന ഒരൊറ്റ പേരിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല ഇന്നത്തെ പോർച്ചുഗൽ ടീം. കഥ തുടരും. ആരോ പറഞ്ഞതുപോലെ വിസ്മയങ്ങളുടെ അത്ഭുതക്കനിയാണ് ഇയാൾ. ട്രോളുകൾക്കെതിരെ, വിമർശനങ്ങൾക്കെതിരെ, കൂകിവിളികൾക്കെതിരെ എന്നും പ്രകടനങ്ങൾ കൊണ്ട് മാത്രം മറുപടി പറഞ്ഞിട്ടുള്ള മാന്ത്രികൻ. ആ മാന്ത്രികൻ വീണ്ടും ഒരു കിരീടത്തിൽ മുത്തമിടുമ്പോൾ ഏതൊരു ഫുട്ബോൾ പ്രേമിയെ പോലെ സന്തോഷം, ആഹ്ലാദം, ഇഷ്ടം. ഇനി നിങ്ങൾ പറ, 2026 വേൾഡ് കപ്പിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പറങ്കിപ്പട അപകടകാരികളാകുമോ? കമന്റ് ബോക്സ് പറയട്ടെ.